കുറേ നാളായിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യണം ഫാമിലിയിൽ നിന്നൊക്കെ ഒരു യാത്ര പോകണമെന്നുള്ളത്. കാര്യം ഞങ്ങൾ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് മാസങ്ങളായി. അവസാനം എന്നൊരു യാത്ര പോയി എന്ന് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പം അത്രയും ഒരുപാട് പണ്ടെങ്ങാണ്ടോ എപ്പോഴോ പോയൊരു ഓർമ്മയുണ്ട്. അത് എന്നാണെന്ന് പോലും സത്യം പറഞ്ഞാൽ കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും കുറേ നാളായില്ലേ, ഇന്ന് എന്തായാലും ഒരു യാത്ര പോകുന്നിങ്ങനെ കരുതി. പക്ഷെ ഇത്രയും ലേറ്റ് ആവാൻ കാര്യം ചിലപ്പോൾ ഓരോ ആൾക്കാർ ഓരോരോ തിരക്ക് കാരണം ബിസിയായി പോകുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര ഇത്രയും ലേറ്റ് ആയത്. ചിലപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിലുള്ളവർ ബിസി ആയിരിക്കും, ചിലപ്പോൾ അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ തിരക്കായിരിക്കും. അങ്ങനെയാണ് ഇത്രയും ഡിലേ ആയത്. അങ്ങനെ ഫൈനലി ഇന്നാണ് ഞങ്ങൾക്ക് എല്ലാവരും ഒന്ന് ഫ്രീ ആയത്. അപ്പോഴത്തേനും നമ്മൾ കരുതി നമ്മളെന്തായാലും കുറേ നാളത്തെ ശേഷം യാത്ര പോകുമല്ലേ, അപ്പോൾ എന്തായാലും ഒരു ലോങ് ട്രിപ്പ് തന്നെ അടിക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ പ്ലാൻ ചെയ്തത് പൊന്മുടിയാണ്. പൊന്മുടി പ്ലാൻ ചെയ്യാനൊരു റീസണുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഈ പൊന്മുടിയിലെ ക്ലൈമറ്റൊക്കെ കണ്ടിട്ട് നല്ലൊരു ക്ലൈമറ്റാണെന്ന് നമുക്ക് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ എന്തായാലും ഞങ്ങൾ കരുതി എന്തായാലും നമുക്കും പൊന്മുടി ഒന്ന് പോയി നോക്കിയാലോ. പിന്നെ ഇനിയിപ്പോൾ ഫോഗൊന്നും കണ്ടില്ലേലും പ്രശ്നമില്ല, നമുക്കൊരു യാത്ര പോയി എന്നാവുമല്ലോ. കാര്യം നമ്മൾ അത്രയ്ക്ക് ഒരുപാട് ലേറ്റായിപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുന്നതാണ്. ഇപ്പോൾ ഒരുപാട് അങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. അങ്ങനെ പിന്നെ ഞങ്ങൾ പൊന്മുടി കാണാനായിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അങ്ങനെ മഴയെന്നുള്ളൊരു ടൈമായിരുന്നില്ല, ഇച്ചിരി വെയിലായിട്ടൊക്കെ കിടന്നൊരു ടൈമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പൊന്മുടി എന്ന് പറയുമ്പോൾ ഒരു ഹൈ റേഞ്ച് ഏരിയ ആണല്ലോ. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു വനത്തിൻ്റെ ഉള്ളിലോട്ട് കയറി തുടങ്ങുമ്പോഴത്തേനും നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും ടോപ്പൊക്കെ എത്തുമ്പോഴത്തേനും എന്തായാലും ചെറിയൊരു മൂടൽമഞ്ഞൊക്കെ കാണുമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പോയതാണ്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ 2-3 ഹിഡൻ സ്പോട്ടൊക്കെ ഞങ്ങളിങ്ങനെ റീലൊക്കെ കണ്ടിങ്ങനെ സേവ് ആക്കി വെച്ചിരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയും കൂടെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഈ ഒരു സ്ഥലം മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. ഇൻസ്റ്റഗ്രാം റീലിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോയ ഒരു സ്ഥലമാണ്. നമ്മൾ റീൽസിലൊക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് പേര് അവിടെ നിന്ന് സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിനൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന വെള്ളത്തിൽ കുറേ വെറൈറ്റി, കുറേ കുഞ്ഞു നല്ല ഭംഗിയുള്ള മീനുകളുണ്ടായിരുന്നു. പിന്നെ കുറേ ടൈപ്പ് ഞണ്ടുകളൊക്കെ എൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല, കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഒന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഈ വഴി പോയപ്പോഴത്തേനും കുറച്ച് താഴെ കുറച്ച് ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സ്ഥലമാണ്. നമ്മൾ ഈ ഫോണിലൊക്കെ കാണില്ലേ, അതുപോലത്തെ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഒരുപാട് പേര് സേവ് ദ ഡേറ്റിനൊക്കെ വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഊഹിക്കാമല്ലോ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തോട്ടാണ് പോയത്. അവിടെ നമ്മളങ്ങനെ ഇറങ്ങിയില്ല, കാര്യം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി നിന്ന് അങ്ങനെ കണ്ടില്ല. ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പൊന്മുടിയിലോട്ട് ഇങ്ങനെ കയറുവാണ്. പക്ഷെ പോകുന്ന വഴിയിലൊന്നും അങ്ങനെ മഞ്ഞൊന്നും അധികം കണ്ടില്ല. പക്ഷെ പോകെ കുറച്ചും കൂടെയൊക്കെ ഫ്രണ്ടിലോട്ട് എത്തിയപ്പോഴത്തേനും നമുക്ക് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ എന്തെങ്കിലും മലയോ അല്ലെങ്കിൽ മരങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളിനെ പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ആണെങ്കിലും മനസ്സിലായില്ല ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് പിടികിട്ടി. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ എനിക്ക് പൊന്മുടി വന്നിട്ടുണ്ട്, പക്ഷേ ആ സമയത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ എത്തിയത് കറക്റ്റ് ക്ലൈമറ്റായിരുന്നു. ഞങ്ങളവിടെ വന്നിറങ്ങിയതും പൊന്മുടി ഞങ്ങളെ വെൽക്കം ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ ഒരു ഹെയർ പിൻ വളവൊക്കെ ഇങ്ങനെ കയറി വരുന്ന സമയത്തൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഇവിടെ നല്ല വെയിലായിരിക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വന്നത് തന്നെ. പക്ഷേ പൊന്മുടിയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുണ്ടാകുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് മഞ്ഞായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വെയിലായിരിക്കും. അങ്ങനെ പെട്ടെന്നുള്ളൊരു മാറ്റമാണ് പൊന്മുടിക്ക് ഉണ്ടാകുന്നത്. ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര മഞ്ഞായിരുന്നു. പിന്നെ ആയപ്പോഴത്തേനും
ഒരു മിക്സഡ് ക്ലൈമറ്റായിരുന്നു. വെയിലും ഉണ്ട്, പിന്നെ ഫോഗും വരുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലൈമറ്റായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ചെടികളും മരങ്ങളൊക്കെ ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. ഞാനങ്ങനെ നോക്കി വന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പൂന്തോട്ടത്തിൽ നിന്നൊക്കെ വാങ്ങി നടാറില്ലേ ചെടികൾ. അപ്പം അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എക്സാക്റ്റ് സെയിം അല്ല, പക്ഷെ അതിനെയൊക്കെ കുറച്ച് എന്തൊക്കെയോ മോഡിഫൈ ഒക്കെ ചെയ്താണ് നമുക്കിവിടെ നിന്ന് നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഓ ദേഖോ തുമാരെ ആകെ ഇതാണ് തീർന്നിരിക്കുന്നല്ലേ, ഇതാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പൊന്മുടിയിൽ ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പൊന്മുടിയെടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ പൊന്മുടിയിലെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് കല്ലാർ മീൻമുട്ടി വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ കല്ലാർ മീൻമുട്ടി വാട്ടർഫോളിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഒരു വ്യൂ ആണിത്. നമുക്കവിടെ ഒരു വാച്ച് ടവറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ചെന്ന് നിന്ന് കുറച്ച് നേരം അവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. പിന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ നിന്ന് ഒരുപാടൊക്കെ പേര് കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് അവിടെയൊക്കെ വന്ന് നിന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം ട്രക്ക് ചെയ്താലാണ് നമുക്ക് ആ ഒരു വാട്ടർഫോളിലോട്ട് എത്താൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ക്യാഷായിട്ട് അവർ കയ്യിൽ വാങ്ങത്തില്ല. GPay അല്ലെങ്കിൽ ഫോൺപേ ഇതൊക്കെ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അഥവാ റേഞ്ച് കിട്ടുന്നില്ല, നെറ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവിടുത്തെ വൈഫൈ നമുക്ക് കണക്ട് ചെയ്ത് തരും. അപ്പോൾ അത് കണക്ട് ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ടയേർഡാവും തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ നല്ല രീതിയിൽ തുള്ളിച്ചാടി പോയിക്കൊണ്ടിരുന്നായിരുന്നു. ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് അഗസ്ത്യമല വരെയൊക്കെ ഒന്ന് പോകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ടയേർഡായി. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വഴിയാണ്, ഫുള്ള് കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു വഴിയാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ടയേർഡാവും. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു ടയേർഡ്നെസ് ഒന്നും അവർക്കൊന്നും അല്ലായിരിക്കും. കാര്യം നമ്മളുടെ മെയിൻ ലക്ഷ്യം ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു വാട്ടർഫോൾ കാണുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു കഠിനമായിട്ടുള്ള നടത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. പിന്നെ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിറയെ അട്ടകളുണ്ട്. അട്ടശല്യം കുറച്ച് കൂടുതലാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുറേ നേരത്തെ നടത്തതിന് ശേഷം നമുക്ക് ദൂരെ നിന്ന് ആ ഒരു വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്കങ്ങ് മനസ്സിലായി ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തതിന് ശേഷം ഞങ്ങൾ ആ ഒരു വാട്ടർഫോളിൻ്റെ ഫ്രണ്ടിലെത്തി. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷവും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡാവും. ഞാനിങ്ങനെ കുറേ നേരം ആ ഒരു ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ വെള്ളം മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോയിക്കൊണ്ട് നിന്ന്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെയുള്ള ജീവനക്കാർ എന്ത് ആണോ നമ്മളോട് പറയുന്നത് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആ ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. അവർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അതൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ഒരു ഡ്യൂട്ടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ചലിക്കാനായിട്ട് തുടങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ പറ്റും പോലെയൊക്കെ എല്ലാവർക്കും പറ്റുന്ന ടൈമിലൊക്കെ മാക്സിമം യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക.